കൂട്ടുകാരെ, ഇന്നത്തെ 2 പച്ചക്കായ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ചെമ്മീനും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ടും കൂടി വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. ഈ പച്ചക്കായുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് നമുക്ക് പെട്ടെന്ന് അത് അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞിപ്പോൾ തീരും. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് പാത്രത്തിൽ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം. അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് എടുക്കുക. ഈ കായൊന്ന് നല്ലപോലെ തേച്ച് കഴുകിയെടുക്കണം. അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കഴുകി നമുക്കൊരു പാത്രത്തിലോട്ട് വരാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് കുക്കറിനകത്ത് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഒരു വിസിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു സവോളയും കൂടി ഇതിനകത്തേക്ക് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്തോട്ട് 2 പച്ചമുളകും കൂടി നമ്മൾ മുറിച്ചിടുന്നുണ്ട്. ഇതിനകത്തോട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ചതച്ചെടുക്കാം. നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട്, കറിവേപ്പിലയുണ്ട്, ചതച്ച മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പൊടിയല്ല കേട്ടോ, ചതച്ച് വെച്ചിരിക്കുന്ന മുളകാണ്. ഉള്ളിയുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടം